ഇടതുപക്ഷ കോട്ടകൾ വരെ വലിയ രീതിയിലുള്ളതായ കടപുഴകി വീഴുന്ന സാഹചര്യം ഉണ്ടായി. ഞാൻ ഒരൊറ്റ വാക്കിൽ ഒരു കാര്യം പറയുന്നു, നമ്മളൊക്കെ വിശ്വാസികളാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചപ്പോൾ, തുടർച്ചയായ അടിയന്തര പ്രമേയങ്ങൾക്ക് നേതൃത്വം കൊടുത്തപ്പോൾ ഞങ്ങളൊക്കെ സർക്കാരിൻ്റെ വിശദീകരണം കാതുകൂർപ്പിച്ച് കേൾക്കുകയായിരുന്നു. സ്വന്തം പാർട്ടിയിൽ നിന്ന് നേതൃത്വം കൊടുത്ത ആളുകളെ വരെ മാറ്റി നിർത്താൻ തയ്യാറാകാതെ പോയ ആ പാർട്ടിയോട്, ആ ഭരണകൂടത്തോട് മാറി നിൽക്കാൻ ജനങ്ങൾ ആവശ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് വിധിയാണ്. അയ്യൻ്റെ സ്വർണം മോഷ്ടിച്ചവരോട് മാറി നിൽക്കാൻ കേരളത്തിലെ ജനം ആവശ്യപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. ഒത്തിരി കാര്യങ്ങളുണ്ട്, ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. കൽപ്പറ്റയിലെയും വയനാട്ടിലെയും 3 സീറ്റിൻ്റെ ത്രസിപ്പിക്കുന്ന വിജയം ആവേശകരമാണ്. അതിനെ വിനയത്തോടുകൂടി സ്വീകരിക്കുന്നു. ഉത്തരവാദിത്വത്തോടു കൂടിയിട്ടുള്ള പ്രതികരണം പ്രവർത്തനങ്ങളിലൂടെ, പദ്ധതികളിലൂടെ ജനങ്ങൾക്ക് നൽകാനുള്ള നടപടികൾ സ്വീകരിക്കും. അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. അതെല്ലാം പാർട്ടി തലത്തിൽ സ്വീകരിക്കേണ്ടതാണ്. ഇന്നലകളിൽ ഏത് ഉത്തരവാദിത്തം ഏൽപ്പിച്ചോ ആ ഏൽപ്പിച്ച ഉത്തരവാദിത്തം മുഴുവൻ ഞാൻ DC പ്രസിഡൻ്റായിട്ടുണ്ട്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡൻ്റായിട്ടുണ്ട്, KPCC ജനറൽ സെക്രട്ടറിയായി, വൈസ് പ്രസിഡൻ്റായി, വർക്കിംഗ് പ്രസിഡൻ്റായി, ഇപ്പോൾ MLA ആയി തുടരുകയാണ്. ആ ദൗത്യം വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഈ ഭൂരിപക്ഷത്തിൻ്റെ അടിത്തറ. ഇതിൽ 2 കാര്യം നടന്നു. ഒന്ന്, MLA എന്ന രീതിയിലുള്ള പ്രവർത്തനം. 2, UDFൻ്റെ അതിശക്തമായിട്ടുള്ള ഏകോപിതമായിട്ടുള്ള എണ്ണയിട്ട യന്ത്രം പോലെ ഒരുമിച്ചുള്ളതായിരിക്കുന്ന പ്രയാണം. ആ പ്രയാണത്തോടൊപ്പം ഭരണവിരുദ്ധ തരംഗം, ഇതെല്ലാം കൂടെ ഒന്നിച്ച് ആഞ്ഞടിച്ച ഒരു തെരഞ്ഞെടുപ്പാണ്.